ബ്രെഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ 1 കപ്പ് കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ചിക്കൻ ഫ്രൈ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഹലോപ്പിനോ പെപ്പറാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഈ ഹലോപ്പിനോ പെപ്പർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ സാൻഡ്വിച്ചിന്. ഇതിനധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പം സാൻഡ്വിച്ചിലൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു മിക്സാണ് വേണ്ടത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളക് ഒരു 1-2 അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്, ഫില്ലിങ് റെഡിയാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് പീസസ് ആണ്. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കുക. ഒരു 3 പീസ് ഇതുപോലെ എടുത്ത് വെക്കുക. ഇതിൻ്റെ ബ്രൗൺ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. ഞാനിവിടെ ഇതിൻ്റെ ബ്രൗൺ പാർട്സ് ഒന്നും റിമൂവ് ചെയ്യുന്നില്ലേ. ഇനി 1 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരുപോലെ ഒരു ലെയർ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ചീസ് ഏതാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. ഇനി ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബ്രെഡ് പീസസ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യണേ. നമുക്ക് ഈ ലാസ്റ്റ് ഈ ഒരു ബ്രെഡ് പീസസ് കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ബ്രെഡ് പീസസൊക്കെ ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1-2 മുട്ട എടുക്കുക. ഞാനിപ്പോൾ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട്, ഇത് നിർബന്ധമില്ല, ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ എഗ്ഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടറോ ഗീയോ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമ്മുടെ ബ്രെഡ് പീസസ് ഈ എഗ്ഗ് മിക്സിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എഗ്ഗിൻ്റെ മിൽക്ക് മിക്സും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കണേ. ആ ഉൾഭാഗത്തുള്ള ആ ചീസൊക്കെ ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആകുന്നവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാം. വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്നായി കിട്ടും. അപ്പം ഈ ബ്രെഡ് മുട്ട മിൽക്ക് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡിയാണ്, കണ്ടില്ലേ. ഇതെന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടില്ലേ. അപ്പോൾ കുട്ടികളെ കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണ്. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കഴിപ്പിക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും. ചീസും ചിക്കനും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ അവരെന്തായാലും കഴിക്കുകയും ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.